ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ആരോപണം ശരിയാണെന്ന് വയ്ക്കുക, നമ്മളുടെ ഒരു 20-40 സ്ക്വയർ കിലോമീറ്റർ അവരുടെ കയ്യിലാണ്. ശരി ആണ്, ഇപ്പോൾ 2020 സ്റ്റാറ്റസ് ക്വോ ആൻറ്റിയിലേക്ക് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് തിരിച്ചു തരേണ്ടി വരും. ഇതിൽ കവിഞ്ഞുള്ള എന്ത് ഡയമെൻഷനാണ് അതിലുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ അത് മനഃപൂർവ്വം ഒരു പ്രശ്നം ഉണ്ടാക്കാനായിട്ട് തുടങ്ങി. അങ്ങനെയാണെങ്കിൽ ഈ പഴയ സാധനമൊക്കെ കുത്തിപ്പൊക്കി ചർച്ച ചെയ്യണ്ടേ? പണ്ട് 62 യുദ്ധത്തിൽ സംഭവിച്ചത്, 65 സംഭവിച്ചത്, 71 എങ്ങനെ സിംല കരാർ ഒപ്പിട്ടു, ഇതെല്ലാം ചർച്ച ചെയ്യേണ്ടി വരും. അതിന് രാഹുൽ ഗാന്ധി തയ്യാറാണോ? എനിക്ക് തോന്നുന്നില്ല ആ മനുഷ്യൻ തയ്യാറാകുമെന്ന്. ഒരുപക്ഷെ ചിലപ്പോൾ പൊട്ടനായതുകൊണ്ട് തയ്യാറായെന്നും വരും കേട്ടോ. ഈ യുദ്ധമൊക്കെ ആര് ചെയ്തു? അങ്ങനെ വിചാരിക്കും ഇത് നരേന്ദ്രമോദി ചെയ്തതായിരിക്കും. ശരി, ചർച്ച ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ചെയ്യുന്ന ടൈപ്പാണ്. അത്രയും ഒരു അല്പബുദ്ധിയാണ് രാഹുൽ ഗാന്ധി. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് സ്വന്തം പാർട്ടിക്കുള്ളിൽ തന്നെ ഒരു സപ്പോർട്ട് കിട്ടാത്തത്. ഇപ്പോൾ ഈ പോയിന്റ് നോക്കൂ, ഈ ഗൽവാൻ പോയിന്റ്, ഹിസ് പാർട്ടി ഈസ് നോട്ട് ഗോയിങ് ടു സപ്പോർട്ട് ഹിം. ചെയ്യില്ല. അവർ മെല്ലെ എങ്ങനെയെങ്കിലും രാഹുൽ ഗാന്ധിയെ തലേന്ന് ഒഴിവാക്കിയിട്ട് പ്രിയങ്ക ഗാന്ധിയെ കൊണ്ടുവരാനാണ് അവർ നോക്കുന്നത്. ഈ അനാവശ്യമായ കുത്തിത്തിരിപ്പും പ്രശ്നം ഉണ്ടാക്കുന്നതിന് പകരം ബേസിക് പ്രശ്നങ്ങളുടെ പേരിൽ ഏറ്റുമുട്ടുക എന്നുള്ളൊരു പ്രിൻസിപ്പിളിലേക്ക് കോൺഗ്രസ് വന്നാലേ കോൺഗ്രസ്സിന് ഗതി പിടിക്കുകയുള്ളൂ. അല്ലാതെ ഈ ചരിത്രം പറഞ്ഞ് 2020 അങ്ങനെ ചെയ്തു, 1936 അങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് വെറുതെ തർക്കിക്കുക എന്നുള്ള പ്രയോജനം എന്താ? അത് രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രശ്നമാണത്.